ഹായ് എവരിവൺ, ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ടോപ്പിക്ക്, നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാകാം. അപ്പോൾ എന്തെങ്കിലും ഒരുപാട് കാത്തിരുന്ന് മടുത്തിട്ടുണ്ട്, അതിനുള്ള ഫലം നിങ്ങളിലേക്ക് വരുമോ? നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കാം. കൂടുതൽ കാർഡ്സ് വീണിട്ടുണ്ട്. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു 4 ഓഫ് പെൻറ്റിക്കിളുടെ എനർജി. 4 ഓഫ് പെൻറ്റിക്കിളുടെ എനർജി പറഞ്ഞത് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്, പുറത്ത് പറയാത്ത ആഗ്രഹങ്ങളുണ്ടാവും, മനസ്സിലുള്ള രഹസ്യങ്ങളുണ്ടാവും, ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ അത് നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഒക്കെ മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചാൽ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി, അതിന് വേണ്ടി നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഓവറോൾ എനർജി വന്നത്. ഇവിടെ ഓവറോൾ എനർജി ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് പറയുകയാണെങ്കിൽ മനക്കരുത്തോടെ മുന്നോട്ട് നീങ്ങാനാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ പ്രവർത്തിക്കേണ്ടത് അതുമായിട്ട് മുന്നോട്ട് പോകും. മനസ്സുറപ്പോടെ, മനസ്സിന് നല്ല സ്ട്രോങ് ആക്കി വെച്ച്, ഉറപ്പാക്കി വെച്ച് ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അതിശക്തമായി പോരാടാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. മുന്നോട്ട് പോകുന്നതോറും തടസ്സങ്ങളാണ്. റാങ്ക്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന അവസ്ഥ, പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്ന അവസ്ഥ, ജീവിതത്തിന് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് ദുഃഖിക്കുന്ന അവസ്ഥ, അസുഖം ബാധിച്ച് കിടക്കുന്ന അവസ്ഥ, സാമ്പത്തികം മുഴുവനായി നഷ്ടപ്പെട്ട അവസ്ഥ, പല സ്ഥലത്ത് ഇറങ്ങി പോരേണ്ട ഒരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ കൂടെ ഒരുപാട് ഉള്ള വ്യക്തികളായിരിക്കും, മുമ്പേ ഒരുപാട് ഉണ്ടായ വ്യക്തികളായിരിക്കും. പക്ഷേ ഇപ്പം ആ സ്ഥലത്ത് ഇറങ്ങി പോരേണ്ട അവസ്ഥ, അതുകൊണ്ട് തന്നെ ദുഃഖിക്കുന്നു, പാസ്റ്റ് ആലോചിച്ച് സങ്കടപ്പെടുന്നു, പല ഇക്കാരണം കൊണ്ട് മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം കാരണം പല എഡിഷനിലും ചെന്ന് പെട്ട വ്യക്തികളുണ്ട്. ചിലപ്പോൾ സ്നേഹം കൂടി ആ ഒരു എഡിഷനിൽ പെട്ട വ്യക്തികളുടെ, അങ്ങനെ ചീറ്റിങ് പെട്ട വ്യക്തികളുണ്ടാവും. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകും. അതിനു വേണ്ടി ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നു, പണിപ്പെടുന്നു, അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നു. എന്ത് കാര്യം, ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ജീവിതത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനാൽ ഒരു സക്സസ് ഉണ്ടാകുന്നതാണ് ഈ സ്പ്രെഡ് ചെയ്തതിൽ കാണുന്നത്. ഒരു എംബ്രസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഒരു ജീവിതത്തിലേക്ക് ഒരു വിജയം തീർച്ചയായിട്ടും ഉണ്ട്. അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം വരും എന്നാണ് ഇവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. വാണ്ട് പറഞ്ഞാൽ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇപ്പം ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകും തോറും തടസ്സങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾ അതിന് ഞാൻ പറഞ്ഞ ഓറൽ എനർജി വന്നായിട്ട് തന്നെ ആ തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. മുന്നോട്ടുള്ള ജീവിത സാഹചര്യം, ചുറ്റുപാടുള്ള വ്യക്തികൾ മൂലം നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു ജോലിയിലാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകാം, ചിലപ്പോൾ രണ്ട് ഫാമിലികൾ തമ്മിൽ ചേരാത്ത വ്യക്തികളാകാം, പരസ്പരം ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ഫാമിലികളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ. അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച രീതിയിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ ജോലി ഉള്ള സ്ഥലത്ത് സാലറി കിട്ടാത്തൊരവസ്ഥ. അപ്പം അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ ഇഷ്യൂസ്, ചുറ്റുപാടും ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് തന്നെ പോരാനാണ് പറയുന്നത്. അതിൽ നിന്ന് മാറി എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൽ തന്നെ നിന്നാൽ നിങ്ങളിലേക്ക് വരേണ്ട പല കാര്യങ്ങൾക്കും ബ്ലോക്കേജ് ഉണ്ടാകും. അതുകൊണ്ട് മുന്നോട്ടേക്ക് തന്നെ വരാം. ഈ തടസ്സങ്ങൾ മാറ്റി
മുന്നോട്ട് വന്നാൽ എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വിഷമങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് അത് സഹിച്ചോ അനുഭവിച്ചും ജീവിച്ചും മുന്നോട്ട് വരിക. എന്നാൽ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിലൊരു വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു 10 ഓഫ് പെൻറ്റിക്കിളുടെ എനർജി. അപ്പോൾ ഏതോ ഒരു തരത്തിലുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനടി പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഒരു ഫാമിലി പരമായിട്ടായിരിക്കാം, ഒരു ഫ്രണ്ട്സ് മുഖേനയായിരിക്കാം. ഫ്രണ്ട്സ് മുഖേന എന്ന് പറയുമ്പം അത് ചിലപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് ഒരു ഫ്രണ്ട്സ് മൊത്തം ഒരു ആഘോഷിക്കുക. അപ്പോൾ അങ്ങനെയാകാം. അല്ലെങ്കിൽ ഒരു പുതിയൊരു റീയൂണിയൻ സംബന്ധിച്ച് ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു വിവാഹം ഉറപ്പിച്ച് അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് മുഖേന സന്തോഷിക്കുന്നതാകാം. ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാകാം. ഒരുപാട് സന്തോഷം നിങ്ങളെ തേടി വരുന്നു എന്നാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് മാറി നിങ്ങളെ തേടി ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ഒരു നിങ്ങളുടെ ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേയധികം ആളുകൾ ഒരു കുട്ടികളൊക്കെ ഒത്ത് സന്തോഷത്തോടെയുള്ള ജീവിതത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സും ഒത്ത് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാകാം, അങ്ങോട്ട് പോകാൻ പ്ലാൻ ഇട്ടതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എവിടെയും കാണാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതായിരിക്കാം, ഒരു റിയൂണിയനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം ജീവിതത്തിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ വേണ്ടാന്ന് വെക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പുതിയ ബന്ധം, അല്ലെങ്കിൽ ആ പുതിയ ബന്ധം അല്ലെങ്കിൽ സന്തോഷിക്കത്തക്കതായ ഏതോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ എത്ര ദുഃഖമാണെങ്കിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, ജീവിതം എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പിന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ പ്രതീക്ഷിക്കുന്ന, നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ വേറെയുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ വേറെയുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യം മാത്രം ഓർത്ത് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും അത് ജോലിയായാലും ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഒരു ജോലി കിട്ടാത്തൊരു സാഹചര്യമൊക്കെ, അതുകൊണ്ട് തന്നെ എല്ലാം നിരാശപ്പെട്ട് ഒന്നുമില്ലല്ലോ എന്ന് നഷ്ടപ്പെട്ട് എന്ന് സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അവർ വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനിയും അവസരങ്ങളുടെ 1 പ്രാവശ്യം 2 പ്രാവശ്യം കൊണ്ട് ഒരു കാര്യം പൂർണ്ണമാകില്ല എന്ന് മനസ്സിലാക്കണം. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. 1-2 പ്രാവശ്യം ചെയ്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയാൽ മുന്നോട്ടേക്കുള്ള ജീവിതം കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് എല്ലാത്തിൽ നിന്നും അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് വന്നാൽ നിങ്ങളിലേക്ക് ഒരു ജീവിത വിജയം ഉറപ്പാണ്. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട്. അത്രയും ഒരു ഉയരങ്ങളിൽ എത്തേണ്ട വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് പല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഉള്ള ഒരവസ്ഥ, ആളുകൾ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയെ ദുഃഖിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അസുഖം ബാധിച്ച് കിടന്നിട്ടോ അങ്ങനെയൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് വരെ കിടക്കുന്ന വ്യക്തികളെ അവിടെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അതിന് വേണ്ടി ഈ മുന്നോട്ട് ഈ 5ൻ്റെ എനർജി പറയുമ്പോൾ ഈ ഏറ്റവും ഒരു സ്ട്രഗിളിങ് 2 5 വന്നിട്ടുണ്ട്. സ്ട്രഗിളിങ്ങിൻ്റെ ഏറ്റവും എൻഡിങ് ആണ്. അപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഇത് ഏറ്റവും അവസാനം വരെയുള്ളൊരു വേദനകൾ, പല കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ സമയത്തുണ്ട്. അത് പഠിച്ചെടുക്കേണ്ട ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്ന ഓരോ പല എക്സ്പീരിയൻസും മനസ്സിലാക്കി എടുക്കേണ്ട സാഹചര്യമൊക്കെ നിങ്ങളിലേക്ക് ഉണ്ടാക്കി തരുന്നതാണ് ഇത്രയും വേദനകൾ. അതിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോന്നാൽ, അതിൽ നിന്ന് തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോന്നാൽ നിങ്ങളിലേക്ക് ഒരു ഉയർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രയോ ഉയരങ്ങളിൽ എത്തേണ്ട ആൾക്കാരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ കൂടെ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനെ പഠിക്കേണ്ടത് കൊണ്ട് തന്നെയായിരിക്കും ജീവിതത്തിൽ നിങ്ങൾ ഒരു അകന്ന് നിൽക്കേണ്ട ഒരവസ്ഥ വന്ന് ദുഃഖിക്കേണ്ട അവസ്ഥ. ഈ ദുഃഖത്തിൽ കൂടെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കാണാം. ഈ 5 എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിയുടെ എനർജി. അപ്പോൾ ഇതൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയ ആൾക്കാരായിരിക്കും. അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ താല്പര്യം ഒരുപാടുള്ള വ്യക്തികളായിരിക്കും. ജീവിതം ഒരുപാട് ആസ്വദിച്ച് ജീവിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ കുറച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തികൾ, ചിലപ്പോൾ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തരത്തിലൊക്കെ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിയ തരത്തിലുള്ള വ്യക്തികളൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ ഹാങ്ഡ് ഈ 6 ഓഫ് കപ്പിൻ്റെ എനർജി, 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് മെമ്മറീസിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. പാസ്റ്റിലെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പം ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും നല്ല നല്ല ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. കഴിഞ്ഞ ജീവിതത്തിൽ അല്ലെ പാസ്റ്റ് ലൈഫിലോ അല്ലെ ഈ ജന്മത്തിൽ തന്നെ കഴിഞ്ഞ നല്ല നല്ല സിറ്റുവേഷൻസ്, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതും അല്ല ജോലി സ്ഥലത്താണെങ്കിൽ എവിടെയാണെങ്കിലും നല്ല ഒരു ജോലിയൊക്കെ കിട്ടിയ വ്യക്തികളായി ചിലപ്പോൾ അത് നഷ്ടപ്പെട്ട് പോന്നിട്ടുണ്ടാവും. ഒരു ഹാങ്ഡ് സിറ്റുവേഷൻ പോകുന്നല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും നല്ലൊരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇങ്ങനെ എത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ച് ദുഃഖിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാത്തിൽ നിന്ന് വിട്ടു പോരേണ്ടി വന്നല്ലോ, എനിക്ക് ഈ ഗതിയാണല്ലോ വന്നത്. പക്ഷേ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവ് ഉള്ള വ്യക്തികളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം കാരണം ഇവർക്ക് ഈ വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയൊരവസ്ഥ. അത് മെയിൻ കാരണം ഒന്നുകിൽ അവരിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, സാമ്പത്തികം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെടേണ്ട അവസ്ഥ, ഒറ്റപ്പെട്ടൊരവസ്ഥ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച് കിടക്കുന്ന അവസ്ഥ, ആരും നോക്കാനില്ലാത്ത അവസ്ഥ, അങ്ങനെ പല ആക്സിഡൻ്റായി കിടക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ, ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സമയമാണ്. ആരാണ് നല്ലത്, ആരാ മോശമായത്, ജീവിതം എന്താണ് എന്നത് യൂണിവേഴ്സായിട്ട് തരുന്ന ഓരോ കാര്യങ്ങളാണ്. ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സായിട്ട് തരുന്ന ഓരോ സിറ്റുവേഷൻസാണ് ഇപ്പം ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അവിടെ സ്ഥലം ലേറ്റ് അടിച്ച് ആര്യ. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിളാണ് 5 ഓഫ് പെൻറ്റിക്കിളിന് വന്നത്. അപ്പം 5 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വേണം. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. അതിനുവേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ജോലി നഷ്ടപ്പെട്ടതിൽ നിന്നോ അല്ല ആരോഗ്യം നഷ്ടപ്പെട്ടതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. എനിക്കൊരു പുതിയ ജീവിതം വേണം, പുതിയ ഉയർച്ചയിലേക്ക് പോകണം, എനിക്ക് വളർന്ന് വലുതാകണം, അങ്ങനെയുള്ള ഒരു ചിന്ത അതാണ് മനസ്സിൽ. ഒരു ചെടി അത് വളരുന്നതും നോക്കിയിരിക്കുകയാണ് വ്യക്തി. അപ്പോൾ ഇതേപോലെ വെള്ളവും നനച്ച് മുന്നോട്ട് ഇനിയും കൊണ്ടുപോകണം. ഇതെല്ലാം അധികം പ്രായം കുറഞ്ഞ വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് മാറി മുന്നോട്ടേക്കൊരു നല്ല ജീവിതം വേണം, അതിനു വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 8 ഓഫ് ശനിയുടെ ദോഷമുള്ള വ്യക്തികളുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിളാണ്. അപ്പം എല്ലാത്തിൽ നിന്നും മാറണം എന്ന് വിചാരിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഒരുപാട് അമിതമായ ജോലി ചെയ്ത് കിട്ടുന്ന സാമ്പത്തികം ജീവിക്കാൻ തികയാതെ വന്നിട്ട് ഒരു ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. അല്ല മുന്നോട്ടുള്ള ജീവിതം ഒരു സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ അത് സാമ്പത്തികം കൂടിയേ തീരൂ എന്ന് വിചാരിക്കുന്നത്. ചിലപ്പം ചില ആളുകൾ വീടൊക്കെ വെക്കണമെങ്കിൽ അന്ന് സാമ്പത്തികം വേണ്ടി വരും, അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്നൊക്കെ ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്.
അവർ ഇൻഡ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. ഒരുപാട് സ്നേഹം എല്ലാവർക്കും കൊടുക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഇപ്പോഴുള്ള സ്നേഹം അത് വിടാതെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഇപ്പോഴുള്ള സ്നേഹം കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ച് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തികളും ആകും. അപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഒരു മദർ ഫിഗറിനെ പോലെ ഫാദറിനെ പോലെയൊക്കെ ഒരുപാട് കെയറിങ് സപ്പോർട്ടും സ്നേഹവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് തിരിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളും ആവാൻ സാധ്യതയുണ്ട്. ഒരു എംപ്രസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. എംപ്രസിൻ്റെ കാർഡ് 8 ഓഫ് വാൻഡ്സ് ആണ്. 8ൻ്റെ കാർഡ് തന്നെയാണ് പിന്നെയും വന്നിട്ടുള്ളത്. എംപ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു അഭിവൃദ്ധി എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നാണ് കാണുന്നത്. അത് ഈ ജീവിത വിജയത്തിന് വേണ്ടി പോരാടുന്ന വ്യക്തികൾക്ക്, ഈ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ലക്ഷ്യം കാണാൻ സാധിക്കും എന്നാണ് കാണുന്നത്. എല്ലാ രീതിയിലും ഒരു അഭിവൃദ്ധി വരുന്നതായിട്ട് കാണുന്നത്, ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അത്രയ്ക്ക് അവർ കഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഒരു മുന്നോട്ടുള്ള സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ആ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട്, ഇത് പ്രായം കുറഞ്ഞ ഒരു ലേഡി ആയിട്ടാണ് അവിടെ കാണുന്നത്. മറ്റേ പ്രായം കുറഞ്ഞ ഒരു പുരുഷനാണ് അവിടെ അപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അതും നല്ല ആഡംബര ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നടക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുതിയ ഒരു ആഡംബരത്തോടു കൂടി എല്ലാവരും ആകർഷിക്കപ്പെടുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തികളാണ് സ്ത്രീ ആയാലും പുരുഷനായാലും എന്നാണ് ഇവിടെ നോക്കിയിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെ പോകണം, ജീവിത വിജയത്തിലേക്ക് പോകണം എന്ന് മാത്രമാണ് ചിന്ത. അത് ജീവിതത്തിൽ ചിലപ്പം ചില വ്യക്തികൾക്ക് ദൂരസ്ഥലത്തൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അപ്പോൾ ഒരു സന്തോഷകരമായൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകുന്നു, കോൾ ചെയ്താലോ ഒരു മെസ്സേജ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു കോളോ മെസ്സേജോ വരാനും സാധ്യതയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് എംപ്രസിൻ്റെ കാർഡും 8 ഓഫ് വാൻഡ്സിൻ്റെ കാർഡും. അപ്പോൾ രണ്ടും ഒരു അഭിവൃദ്ധിയുടെ കാർഡാണ്, ഗ്രോത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഒരു ഉയർച്ചയാണ് കാണിക്കുന്നത്. അത് ഒന്നുകിൽ ഒരു ജോലി സംബന്ധമായ ഒരു കോളോ മെസ്സേജോ ഇമെയിലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഒരു മെസ്സേജോ കോളോ ഒക്കെ വരാൻ സാധ്യതയുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് വാണ്ടിൻ്റെ ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ റിലേഷനോട് കൂടിയ ഒരു ലവ് ആണ്. ഒരുപാട് അട്രാക്റ്റീവ് ആയ വ്യക്തികളാണ്. പല എഡിഷനിലും കുറേ വ്യക്തികൾ ഈ സാഹചര്യം കൊണ്ടായിരിക്കും പല എഡിഷനിലും പെട്ട വ്യക്തികളാണ്. ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ്. സോൾമേറ്റ് കണക്ഷനാണ്. ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മുന്നോട്ടേക്ക് തന്നെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് അനുഗ്രഹമുള്ള കിട്ടിയ വ്യക്തികളാണ് ദൈവത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള ഒരു വിജയം തന്നെയാണ് കാണുന്നത്. നൈറ്റ് കിങ് ഓഫ് പെൻറ്റിക്കിൾ, ഈ ഒരു പദവിയിലേക്ക് പോകാൻ, ഈ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാമ്പത്തികമായ എല്ലാ അഭിവൃദ്ധിയോടും കൂടി ഇവിടെ ഒരു കണ്ടല്ലോ ഒരു ഗ്രോത്ത്. ചിലപ്പം ജോലിയൊക്കെ കിട്ടി മുന്നോട്ട് പോകാൻ ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഉള്ള വ്യക്തികളായിരിക്കും. നല്ല ജോലിയൊക്കെ കിട്ടി സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നിട്ട് മുന്നോട്ടേക്ക് പോകുക, ആ ഒരു ഉയർച്ചയാണ് അവിടെ കാണുന്നത്. സാമ്പത്തിക ഭദ്രതയോട് സ്നേഹത്തോടെയൊക്കെയുള്ള ഒരു ജീവിതം, അങ്ങനെ പ്രതീക്ഷിച്ച് ചിലപ്പം വെയിറ്റ് ചെയ്ത വ്യക്തികളുണ്ടാവും. റിലേഷൻഷിപ്പൊക്കെ സെപ്പറേഷനൊക്കെ ആയിട്ട് സാമ്പത്തികമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നത്. അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി വന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം,
സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അത് ഒരു ഗ്രോത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ 4 കാർഡ്സും പറയുന്നത് അതാണ്, ഗ്രോത്തിലേക്കാണ് പോകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയാണ് ഈ സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, അതാണ് ഇവിടെ പറഞ്ഞത്, ഇത്രയും നാളും കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന വ്യക്തികളിലേക്ക് വരുന്ന, അതിനുവേണ്ടി പോരാടിക്കൊണ്ട് ജീവിതം വിജയം വേണം എന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് ഈ സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. ഗ്രോത്തും ജോലിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. അപ്പോൾ അത് വരുന്നുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധി വരുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു ഉയർച്ച തന്നെയാണ് വരുന്നതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റിൽ വന്നത് ഒരു ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷനാണ്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി. ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. മുന്നോട്ടുള്ള സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഹാങ്ഡ് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും, ഈ സാഹചര്യം ഇത്രയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വരിക, എന്താ രണ്ടുപേരുടെ സ്വഭാവം രണ്ടുപേരും കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പോൾ ചിലപ്പോൾ ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈഗോ ഉള്ള വ്യക്തികളാകുന്നത് കൊണ്ട് തന്നെ അത് ഈഗോ ഉള്ള വ്യക്തിക്ക് ഒരു കിങ്ങിൻ്റെ പവറുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് താന്ന് കൊടുക്കാൻ തയ്യാറാവാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലാണ്. അപ്പം വന്നാൽ എന്താ പറയുക, ഇനി സ്വീകരിക്കുമോ ഇല്ലയോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലായത് കൊണ്ടാണ് ഇവിടെ ഹാങ്ഡായി നിൽക്കുന്നത്, ലാസ്റ്റിൽ ഹാങ്ഡ് വന്നത്. അപ്പോൾ എന്താണ് മുന്നോട്ടുള്ള ജീവിതം, അപ്പോൾ പരസ്പരം എന്തെങ്കിലും സംസാരിച്ച് ഒരു തിരുത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എന്താണ് ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ എന്താ പറയുക, ആ ഒരു പേടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം സ്നേഹത്തോടെ നിൽക്കണോ വേണ്ടേ, അവർ താന്ന് തരണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. താന്ന് തന്നാൽ ഇനിയിപ്പോൾ അവർക്കുള്ള ആ വില കളയുമോ, ഇതൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലാസ്റ്റിൽ ഒരു ഹാങ്ഡ് സിറ്റുവേഷൻ വന്നത്. ഞാൻ വിചാരിച്ചത് എന്താ ഒരു ഹാങ്ഡ് സിറ്റുവേഷൻ ലാസ്റ്റിൽ വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവരൊരു ഹാങ്ഡ് സിറ്റുവേഷനിൽ കൊണ്ടുപോയി എത്തിച്ചതെന്നാണ് കാണുന്നത്. അപ്പം 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അടുത്ത് കിട്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു 9 ഓഫ് കപ്പിൻ്റെ ഒരുപാട് സന്തോഷം, ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് സന്തോഷമാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഓവറോൾ എനർജി വന്നത് ഒരു ചാരിയറ്റിൻ്റെ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കണം. ഈ ഹാങ്ഡ് സിറ്റുവേഷനിൽ പിന്നെ മറ്റേതിൽ ഫോർ ഓഫ് പെൻഡിക്കിളാണ് വന്നത് ഓവറോൾ എനർജി ഒന്നിൽ. അപ്പോൾ 4 ഓഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ച് വെച്ചാൽ, പുറത്തിറക്കാതെ സൂക്ഷിച്ച് വെച്ചാൽ ഒന്നും നിങ്ങളിലേക്ക് വരാൻ സാധിക്കില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ അത് പ്രകടിപ്പിക്കണം. മനസ്സിലുള്ള സ്നേഹം, അത് ദേഷ്യമായാലും സ്നേഹമായാലും വെറുപ്പ് എന്തായാലും അത് പ്രകടിപ്പിച്ചെങ്കിലേ മറ്റുള്ളവർ മനസ്സിലാവുള്ളൂ. ഒന്നും മിണ്ടാതിരുന്നാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലുള്ള സ്നേഹം, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെയായിരിക്കും ഉണ്ടാകുക എത്ര വെറുപ്പുള്ള ആൾക്കാർക്കും. അപ്പോൾ അത് ഒരാളൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഒരാൾക്ക് ഒരു വ്യക്തി ഒരു ഈഗോ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റാൾ വിചാരിക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ഇനിയിപ്പം എന്നെ ആട്ടി ഓടിക്കുമോ, ആ ഒരു ചിന്തയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആകും. 2 വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. 2 കാർഡ് വെയിറ്റിങ്ങിനെ കാണുന്നുണ്ടോ, 2 വെയിറ്റിംഗ് എനർജി. അപ്പോൾ അതുകൊണ്ട് ഹാങ്ഡ്. അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് മാറിപ്പോകാനാണ് പറയുന്നത്. അങ്ങനെ മാറിപ്പോയാൽ നിങ്ങളിലേക്ക് ഒരു 9 ഓഫ് കപ്പ് ഒരുപാട് ഒരു നിറഞ്ഞ തുളുമ്പുന്ന സ്നേഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം, മനസ്സ് നിറഞ്ഞ് സ്നേഹം നിറഞ്ഞൊഴുകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.